കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ ലീഗ് തീരുമാനിക്കും. നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്താണോ VS ജോയിയാണോ? അവിടെ ആര് സ്ഥാനാർത്ഥിയാകണമെന്ന് മുസ്ലിം ലീഗ് തീരുമാനിക്കും. അതാണ് ഇന്നത്തെ അവസ്ഥ. ക്രിസ്ത്യാനിയെ പ്രീണിപ്പിക്കണമോ അതോ മുസ്ലിം സമുദായത്തെ മുറുകെ പിടിക്കണമോ എന്ന് ആലോചിച്ച് തലപുണ്ണാക്കിയ കോൺഗ്രസ് അവസാനം ലീഗിന് വഴങ്ങിക്കൊടുക്കും. സ്വസമുദായത്തിൻ്റെ ശക്തി ചൂണ്ടിക്കാട്ടി ലീഗ് അപ്രമാദിത്വം തെളിയിക്കുകയാണ് അവിടെ മലബാറിൽ. അതുകൊണ്ട് തന്നെ ആര്യാടൻ ഷൗക്കത്ത് സ്ഥാനാർത്ഥിയാകും, അല്ലെങ്കിൽ അവർ ആക്കും. ജോയ് പുറത്താകും. എന്നാൽ ജോയിയുടെ പുറത്താകലിനെ കോൺഗ്രസ് ന്യായീകരിക്കും. VS ജോയി ചെറുപ്പമായതിനാൽ ഇനിയും അവസരങ്ങൾ അയാൾക്ക് കിട്ടുമെന്ന തൊടുവാദം വിളമ്പും. നാണമില്ലാത്ത വർഗം. മുനമ്പം വിഷയത്തിൽ ക്രൈസ്തവ സഭകളുമായി അഭിപ്രായ ഭിന്നത നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ ജോയ്ക്ക് അവസരം നൽകണമെന്ന് തന്നെയായിരുന്നു കോൺഗ്രസിലെ ഭൂരിപക്ഷ അഭിപ്രായം. പക്ഷെ അതുമാത്രമല്ല, ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കിടയിൽ BJPയുടെ ഒരു കടന്നുകയറ്റം ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള സാഹചര്യത്തിൽ VS ജോയി ആയിരുന്നു UDFന് പറ്റിയ സ്ഥാനാർത്ഥി. കാരണം അകന്നു നിന്ന ക്രൈസ്തവരെ കൂടെ കൂട്ടാൻ പറ്റിയ ഒരു നല്ല അവസരം അതാണ് കോൺഗ്രസ് ഇപ്പോൾ കളഞ്ഞു കുളിക്കാൻ പോകുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. മുസ്ലിം ലീഗിനെ ഭയന്നിട്ടാണോ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അതേ എന്ന് തന്നെ ഉത്തരം പറയേണ്ടി വരും കോൺഗ്രസിൻ്റെ നേതാക്കൾക്ക്. കാരണം ലീഗിൻ്റെ കാരുണ്യമില്ല എങ്കിൽ അടുത്ത തവണ അധികാരത്തിലെത്താൻ പോലും കോൺഗ്രസിന് കഴിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അങ്ങനെ പറയേണ്ടിയിരിക്കുന്നു. പക്ഷെ ഒന്നുണ്ട് കേട്ടോ, ഒരിക്കൽ 5ാം മന്ത്രിസ്ഥാനം വേണമെന്ന വാശിയുമായിട്ട് മുസ്ലിം ലീഗ് മുന്നോട്ട് വന്നപ്പോൾ അന്ന് ഓച്ചാനിച്ച് നിന്ന് അത് നടപ്പാക്കി കൊടുത്തവരാണ് ഈ കോൺഗ്രസ്സുകാരെന്ന് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ എന്തായാലും ലീഗിന് അടിയറവ് വയ്ക്കാനുള്ളതായി മാറിയിരിക്കുന്നു നിലമ്പൂരിലെ കോൺഗ്രസിൻ്റെ സീറ്റ് എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, കോൺഗ്രസിൽ ഈ കൂടിയാലോചനകളൊന്നും തന്നെ നടന്നില്ലേ, അല്ലെങ്കിൽ നടക്കില്ലേ എന്നൊക്കെ. പിന്നെ എല്ലാം നടന്നു, എല്ലാം നടക്കുന്നു. അതൊക്കെ മുറ പോലെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. കോഴിക്കോട് ഗസ്റ്റ് ഹൗസിൽ നടന്ന കൂടിയാലോചന, ആ കൂടിയാലോചനയിൽ ആര്യാടൻ ഷൗക്കത്തിനെയാണ് കൂടുതൽ പേർ പിന്തുണയ്ക്കുന്നത് എന്നുള്ള സൂചനകൾ നൽകുന്നു. അവിടെ AICCയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള KC വേണുഗോപാൽ, പ്രതിപക്ഷ നേതാവായിട്ടുള്ള VD സതീശൻ, KPCCയുടെ അധ്യക്ഷനായിട്ടുള്ള K സുധാകരൻ, പിന്നെയുണ്ട് രമേശ് ചെന്നിത്തല തുടങ്ങിയവരൊക്കെ ആ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ലീഗിന് മുൻപിൽ ശിരസ് നമിച്ച കോൺഗ്രസ് നേതാക്കളിൽ ആര്യാടൻ മുഹമ്മദിൻ്റെ മകന് മണ്ഡലത്തിലെ പരിചയവും മുമ്പ് മത്സരിച്ച അനുഭവവും ഒക്കെ കണക്കിലെടുത്ത് അവസരം നൽകുന്നതാണ് ഉചിതമെന്ന അഭിപ്രായത്തിലേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. എന്തൊരു മഹാമനസ്കതയുള്ള പാർട്ടിയല്ലേ. പൊതുവെ നിലമ്പൂരിലെ രാഷ്ട്രീയ സാഹചര്യം UDFന് അനുകൂലമാണ് എന്ന് തന്നെയാണ് ആ യോഗത്തിൻ്റെ വിലയിരുത്തൽ പോലും. നിലമ്പൂരിൽ PV അൻവറിൻ്റെ പിന്തുണ കൂടി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ VD സതീശൻ അടക്കമുള്ള നേതാക്കൾ. അവർ തന്നെ അത് പറയുകയും ഇപ്പോൾ അത് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു. ആര്യാടൻ മുഹമ്മദ് 34 വർഷം MLA ആയിരുന്ന നിലമ്പൂരിൽ ആര്യാടൻ മത്സരരംഗത്ത് നിന്ന് മാറിയ 2016 മകൻ ആര്യാടൻ ഷൗക്കത്തിനെ പരാജയപ്പെടുത്തിയാണ് PV അൻവർ ഇടത് സ്വതന്ത്രനായി നിയമസഭയിലെത്തിയത് എന്നുള്ളത് ചരിത്രം. ആഫ്രിക്കയിൽ സ്വർണ്ണഖനനത്തിന് പോയ അൻവർ നാടകീയമായി മടങ്ങിയെത്തിയാണ് 2021 വീണ്ടും ഇടത് സ്വതന്ത്രനായത്. അന്ന് ആര്യാടൻ ഷൗക്കത്തിന് പകരം DCC പ്രസിഡന്റായിട്ടുള്ള VV പ്രകാശിനെയാണെന്ന് കോൺഗ്രസ് മത്സരിപ്പിക്കാൻ ഏൽപ്പിച്ചതും. അന്ന് DCC പ്രസിഡന്റ് സ്ഥാനം ആര്യാടൻ ഷൗക്കത്തിന് നൽകുകയും ചെയ്തുകൊണ്ടുള്ള ഒരു ഒത്തുകളിയായിരുന്നു അത്. എന്നാൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ ആര്യാടൻ ഷൗക്കത്തിനെ മാറ്റി DCC പ്രസിഡന്റ് സ്ഥാനം VV പ്രകാശിന് തന്നെ നൽകുകയും ചെയ്തു. വോട്ടെണ്ണലിൻ്റെ തലേ ദിവസം ഹൃദയാഘാതത്തെ തുടർന്ന് VV പ്രകാശ് മരണപ്പെടുകയായിരുന്നു ചെയ്തത്. 2021 2700 വോട്ടുകൾക്കാണ് അന്ന് അൻവർ വിജയിച്ചു കയറിയതും. കോൺഗ്രസ് പുനഃസംഘടന വന്നപ്പോൾ ഷൗക്കത്തിനെ വെട്ടിക്കൊണ്ട് A ഗ്രൂപ്പുകാരനായിട്ടുള്ള VS ജോയി മറുകണ്ഠം ചാടിയാണ് മലപ്പുറത്തിൻ്റെ DCC പ്രസിഡന്റ് ആയത്, അല്ലെങ്കിൽ ആയി മാറിയത് എന്നുള്ളത് ചരിത്രമാണ്. അൻവറിൻ്റെ നിയമ ലംഘനങ്ങളിൽ കോൺഗ്രസ് നേതൃത്വം മൗനം പാലിച്ചപ്പോഴും ശക്തമായി പ്രതികരിച്ചിരുന്നത് ആര്യാടൻ ഷൗക്കത്ത് മാത്രമായിരുന്നിരിക്കാം. 2019 പ്രളയത്തിൽ നിലമ്പൂർ മേഖലയിലെ വനത്തിനുള്ളിൽ അവിടെ താമസിക്കുന്ന 300-ലേറെ ആദിവാസി കുടുംബങ്ങൾ വീട് നഷ്ടപ്പെട്ട് ഒറ്റപ്പെടുന്നു. 5 വർഷമായിട്ടും ഇവരുടെയൊന്നും പുനരധിവാസം തന്നെ എങ്ങും എത്താത്തതായതോടുകൂടി ആര്യാടൻ ഷൗക്കത്തും ഈ വാണിയമ്പുഴ കോളനിയിലെ സുധാവാണിയമ്പുഴയും ചേർന്നുകൊണ്ട് ഹൈക്കോടതിയിൽ പൊതു താൽപ്പര്യ ഹർജി നൽകുന്ന അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടതുമാണ്. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് വനത്തിനുള്ളിലെ ആദിവാസി കുടുംബങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ബയോ ടോയ്ലറ്റ് സൗകര്യം അടക്കം, അല്ലെങ്കിൽ കുടിവെള്ളവും അടക്കം
അന്ന് എത്തിച്ചു കൊടുക്കുവാൻ കഴിഞ്ഞത് എന്നുള്ളത് നമ്മുടെ മുമ്പിൽ നേർസാക്ഷ്യമായി നിൽക്കുന്നു. കഴിഞ്ഞ 9 വർഷമായി വന്യജീവി സംഘർഷങ്ങളിൽ, കർഷക പ്രക്ഷോഭങ്ങളിലൊന്നും ഈ MLA ആയിട്ടുള്ള അൻവറിനെ അവിടെ കണ്ടില്ല എന്നുള്ള രൂക്ഷമായിട്ടുള്ള വിമർശനവും ഈ ഷൗക്കത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇതോടുകൂടിയാണ് നിലമ്പൂരിൽ UDF സ്ഥാനാർത്ഥിയായി ഷൗക്കത്തിനെ തള്ളിക്കൊണ്ട് ജോയിയെ നിർദ്ദേശിക്കുവാൻ അൻവർ അന്ന് രംഗത്തെത്തിയത്. ഷൗക്കത്ത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ അയാൾ കഥയെഴുതുകയായിരുന്നു എന്നായിരുന്നു അന്ന് അൻവറിൻ്റെ പരിഹാസം പോലും. ഷൗക്കത്ത് മത്സരിക്കുകയാണ് എങ്കിലും പിന്തുണ നൽകുമെന്നൊക്കെ അൻവർ പിന്നെ മയപ്പെടുത്തിയ അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകൾ കൊണ്ടുവന്നു. ഭൂരിപക്ഷം കുറയുമെന്നുള്ള ഒരു ഒളിയമ്പ് കൂടി അതിനോടൊപ്പം ചെയ്യുകയും ചെയ്തു. അങ്ങനെ PV അൻവർ നിലമ്പൂരിൻ്റെ MLA സ്ഥാനം രാജിവെച്ച ശേഷം നിലമ്പൂരിലെ സ്ഥാനാർത്ഥിയെ കൂടി നിർദ്ദേശിച്ചു എന്നുള്ളതാണ്. അതാരായിരുന്നു? DCC പ്രസിഡന്റ് ജോയിയാണ് സ്ഥാനാർത്ഥിയെന്ന് അൻവർ പ്രസംഗിച്ചു. അന്ന് അൻവറിൻ്റെ UDF പ്രവേശനത്തിന് ലീഗ് പച്ചക്കൊടി കാട്ടിയിട്ടും ശക്തമായിട്ടുള്ള എതിർപ്പ് പരസ്യമാക്കിയ KPCC ജനറൽ സെക്രട്ടറി ആയിരുന്നു ആര്യാടൻ ഷൗക്കത്ത്. ആ ആര്യാടൻ ഷൗക്കത്തോടുള്ള അരിശം തീർത്തായിരുന്നു ജോയിക്കുള്ള പിന്തുണ അൻവർ അന്ന് പ്രഖ്യാപിച്ചത്. നേരത്തെ കിൻഡർ ജോയി എന്നും DCC ഓഫീസ് അടിച്ചുവാരാൻ പോലും യോഗ്യതയില്ലാത്തവൻ എന്നൊക്കെയായിരുന്നു ജോയിക്കെതിരെ അൻവറിൻ്റെ ആദ്യകാലത്തെ പരിഹാസങ്ങൾ എന്ന് പറയപ്പെടുന്നത്. എന്നാൽ അൻവറിൻ്റെ UDF പ്രവേശനത്തിന് അനുകൂലമായിട്ടുള്ള നിലപാടെടുത്തതും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് നിലമ്പൂരിൽ അൻവറും പ്രതിപക്ഷ നേതാവായിട്ടുള്ള VD സതീശനുമായിട്ടുള്ള അനുരഞ്ജനത്തിന് അവസരമൊരുക്കിയതുമൊക്കെ VS ജോയിയെ അൻവറിൻ്റെ പ്രിയപ്പെട്ടവനാക്കി മാറ്റി എന്നുള്ളതാണ്. അതിനു മുൻപ് ജോയിയും അൻവറുമൊക്കെ കൊണ്ടും കൊടുത്തുമാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് എന്നുള്ളതാണ് ചിത്രം. എന്നാൽ കാലം മാറി, കഥ മാറി. ജോയി ആണെങ്കിലും ഷൗക്കത്താണെങ്കിലും ജയിക്കണമെന്ന് തീരുമാനിക്കുന്നത് ജനമാണ്. എന്നാൽ അതേസമയം ഇവിടെ ലീഗിൻ്റെ താല്പര്യങ്ങൾ, ആ ലീഗിൻ്റെ താല്പര്യങ്ങൾക്ക് ഘടകവിരുദ്ധമായിട്ട് പെരുമാറാൻ കോൺഗ്രസിന് കഴിയില്ല. ദുർബലരായ ഒരു കൂട്ടമായിട്ട് കോൺഗ്രസ് തളർന്നു കഴിഞ്ഞു. ഇനി ഈ പാർട്ടി ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറയേണ്ടി വരുന്ന സ്ഥിതിയിലേക്ക് പാർട്ടിയും അതിൻ്റെ നേതാക്കളും ആ പാർട്ടിയെ കൊണ്ടെത്തിച്ചിരിക്കുന്നു. സമുദായ പ്രീണനം മാത്രം നടത്തി ഉപജീവനം നടത്തുന്ന ഒരു പ്രസ്ഥാനമായി മാറിയിരിക്കുന്നു ഇന്ന് ഈ കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനം. ഇന്നത്തെ മുസ്ലിം ലീഗിൻ്റെ യോഗം കൂടി കഴിഞ്ഞാൽ എല്ലാം വ്യക്തമാകും. സ്ഥാനാർത്ഥി ആര് എന്നതിലടക്കം വ്യക്തത വരികയും ചെയ്യും. അപ്പോൾ ഇവിടെ ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. UDFിൻ്റെ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നിലമ്പൂരിൽ അത് മുസ്ലിം ആകണമെന്ന് തീരുമാനിക്കുന്നത് മുസ്ലിം ലീഗ് ആണെങ്കിൽ ആ മുസ്ലിം ലീഗിൻ്റെ തീരുമാനം മാത്രമായിരിക്കും ശരിവെച്ച് മുന്നോട്ട് പോകുവാൻ UDFിനും കോൺഗ്രസിനും കഴിയുക. ക്രൈസ്തവരെ കൂടെ നിർത്തണമോ അതോ മുസ്ലിം വിഭാഗത്തെ കൂടെ നിർത്തണമോ എന്നുള്ളത് പലപ്പോഴും പല ചോദ്യങ്ങളായി മതേതരത്വം പ്രസംഗിക്കുന്ന കോൺഗ്രസിനൊരു ചോദ്യചിഹ്നമായി മാറാറുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷെ ആ ചോദ്യങ്ങൾ വരുമ്പോഴും മലപ്പുറം പോലുള്ള അല്ലെങ്കിൽ മലബാർ പോലുള്ള മേഖലകളിലൊക്കെ മുസ്ലിം സമുദായം എന്താണോ പറയുന്നത് അതിനെ ഓച്ഛാനിച്ച് നിന്ന് തലയാട്ടി കുമ്പിട്ട് അവർ പറയുന്ന സ്ഥാനാർത്ഥിയെ സാരഥിയാക്കി മാറ്റുന്ന ചരിത്രം മാത്രമാണ് പലപ്പോഴും കോൺഗ്രസിനുണ്ടായിട്ടുള്ളത്. അത് തന്നെയായിരിക്കും നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ പോകുന്നത്. ആര്യാടൻ ഷൗക്കത്തിന് വേണ്ടി തന്നെയായിരിക്കും ഈ പറയുന്ന മുസ്ലിം ലീഗിൻ്റെ നാമനിർദ്ദേശം വരാൻ പോകുന്നത്. മറ്റൊന്ന്, ഈ ക്രൈസ്തവ സഭകളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിൽ ഈ മധ്യ കേരളത്തിലടക്കം കേരള കോൺഗ്രസിൻ്റെ ഒരു അപ്രമാദിത്വം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കേരള കോൺഗ്രസ് എമ്മിനെയും PJ ജോസഫിൻ്റെ കേരള കോൺഗ്രസിനെയും കൂടെ കൂട്ടി വലിയൊരു പ്രസ്ഥാനമാക്കി മാറ്റി ഒപ്പം ചേർക്കാൻ കോൺഗ്രസ് മുൻകൈയെടുത്തത് ഒരു നാൾ. പക്ഷേ അവർ ഒരിക്കലും ഒന്നിച്ചു ചേരില്ല എന്നുള്ള സത്യം മനസ്സിലാക്കിയതുകൊണ്ടും ക്രൈസ്തവരെ ഒപ്പം നിർത്താമെന്നുള്ള കോൺഗ്രസിൻ്റെ മനപ്പായസവുമൊക്കെ അവിടെ തകർന്നടിയുകയായിരുന്നു. അതിനുശേഷം ജോസ് കെ മാണി എന്ന് പറയപ്പെടുന്ന മാണി ഗ്രൂപ്പിൻ്റെ നേതാവ് ഇടതുപക്ഷത്തും ജോസഫ് ഗ്രൂപ്പ് വലതുപക്ഷത്തും അല്ലെങ്കിൽ UDFിനോടൊപ്പം ചേർന്ന കാഴ്ചയും കണ്ടതാണ്. അതുകൊണ്ട് ക്രൈസ്തവ സമൂഹത്തെ സ്വീകരിക്കുവാൻ കോട്ടയം അടങ്ങുന്ന അല്ലെങ്കിൽ പത്തനംതിട്ട അടങ്ങുന്ന മധ്യ കേരളത്തെ സ്വീകരിക്കുമ്പോൾ മലബാറും മലപ്പുറവും അടങ്ങുന്ന സ്ഥലത്തിലേക്ക് അല്ലെങ്കിൽ അവിടുത്തെ മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തുവാൻ കോൺഗ്രസ് ഒരിക്കലും ഒട്ടും പുറകോട്ട് സഞ്ചരിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെ ലീഗ് നിർണ്ണയിക്കുമെന്ന് പറയുന്നതിൽ അതിൽ ഒരു തരത്തിലുമുള്ള അതിശയോക്തിയില്ല. ഈ വരുന്ന നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിൻ്റെ സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുന്നതും ലീഗ് തന്നെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒട്ടും സംശയം വേണ്ട. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.